അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാനും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വളരെ ശ്രേഷ്ഠമായ മിഅ്റാജ് രാവും മിഅ്റാജ് ദിനവും നമ്മിലേക്ക് എത്തിച്ചേരുകയാണ്. വർഷത്തിലെ 14 രാവുകളെ നിങ്ങൾ ഹയാത്താക്കണമെന്ന്, ഇബാദത്തുകളെ കൊണ്ട് മനോഹരമാക്കണമെന്ന് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ച അതിമനോഹരമായ രാവുകളിൽപ്പെട്ട ഒരു രാവാണ് മിഅ്റാജ് രാവ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മഗ്‌രിബോട് കൂടി ആ സുന്ദരമായ രാവ് നമ്മിലേക്ക് എത്തിച്ചേരുകയാണ്. മുഴുവൻ വിശ്വാസികളും പരമാവധി സുഹൃതങ്ങളെ കൊണ്ട് ആ സുന്ദരമായ രാവിനെ ധന്യമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് ശേഷം വരുന്ന വളരെ മനോഹരമായ മിഅ്റാജ് ദിനം റജബ് 27 അഥവാ നാളെ എല്ലാവരും നോമ്പനുഷ്ഠിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ശ്രേഷ്ഠമായ പ്രതിഫലാർഹമായ നോമ്പാണ് റജബ് 27ൻ്റെ നോമ്പ്, മിഅ്റാജിൻ്റെ നോമ്പ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സ്വാമ യൗമസ് സാബിഅ വൽ 20 മിൻ റജബിൻ കുതിബ ലഹു സവാബു സിയാമി 60 ശഹ്റാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ആരെങ്കിലും റജബ് 27ൻ്റെ നോമ്പനുഷ്ഠിച്ചാൽ, മിഅ്റാജിൻ്റെ നോമ്പനുഷ്ഠിച്ചാൽ അവന് 60 മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. കേവലം ഒരു ദിവസത്തെ നോമ്പിന് 60 മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരുന്ന മിഅ്റാജ് രാവ്, മിഅ്റാജ് ദിനം, ഈ സുന്ദരമായ രാവും പകലും പരമാവധി സുഹൃതങ്ങളെ കൊണ്ട് മനോഹരമാക്കാൻ വിശ്വാസികളായ നമ്മളെല്ലാവരും ശ്രമിക്കണമെന്ന്, അതിനുവേണ്ടി സമയം കണ്ടെത്തണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.